ധന്യ, വിവാദങ്ങളുടെ കളിത്തോഴൻ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സിനിമാ നടനാണ് നമ്മുടെ വിനായകൻ. മുൻപും പല പല കാര്യങ്ങളിലും വിനായകൻ ഒരുപാട് വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. അതിൽ പലപ്പോഴും പല കാര്യങ്ങളിലും വിനായകൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു. അപ്പോൾ നിരവധി പേര് വിനായകനെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ചില അവസരങ്ങളിലെല്ലാം വളരെ മോശമായ രീതിയിൽ, അതായത് ഒരു പൊതുശല്യം എന്ന് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വിനായകൻ ചില സമയങ്ങളിലൊക്കെ തരം താണു പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വിനായകൻ ഗോവയിലേക്കുള്ള യാത്രക്കിടയിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വെച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് വാർത്തകൾ വന്നു. ഇതിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് ധന്യയ്ക്ക് എന്താണ് വിനായകനെ കുറിച്ച് എന്താണ് വിലയിരുത്താനുള്ളത്? വിനായകൻ ഒരു നല്ല നടനാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ, കൊടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്ന ഒരു നല്ല അഭിനേതാവാണ്. പക്ഷെ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അയാൾക്ക് വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, കാര്യങ്ങളുണ്ടാകാം. നല്ല മനുഷ്യനല്ല എന്ന് അല്ല, നമുക്ക് അങ്ങനെ പറയാൻ. ഞാൻ അയാളെ സിനിമയ്ക്കപ്പുറം പല മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂകളിലും അത്തരത്തിൽ കണ്ട രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മളൊരു ഇപ്പോൾ പ്രീത എന്നോടൊരു ചോദ്യം ചോദിക്കുന്നു. എനിക്ക് ആ ചോദ്യത്തിനോട് താല്പര്യമില്ല എങ്കിൽ ഡിപ്ലോമാറ്റ് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാം. അല്ല, അവിടെ കിടന്ന് ആക്രോശിക്കുകയും വലിയ രീതിയിൽ അഹങ്കാരവും ധാർഷ്ട്യമൊക്കെ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്നതാണ്. ഒരു മനുഷ്യനായി മറ്റുള്ളവരോട് മനുഷ്യത്വത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറുമ്പോഴാണ് അവൻ ഒരു മനുഷ്യജീവി ആകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ വിനായകൻ പലപ്പോഴും അത്തരത്തിലല്ല പെരുമാറുന്നത്. പലപ്പോഴും സ്വബോധത്തോടെയാണോ ഇയാൾ സംസാരിക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പല ചർച്ചകളിലുമൊക്കെ പല സിനിമയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലൊക്കെ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും അല്ലെങ്കിൽ സിനിമാ പ്രൊമോഷനുകളിലും ഒന്നും വിനായകനെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ അപൂർവം മാത്രമേ വിനായകൻ അത്തരം ഇൻ്റർവ്യൂകളിൽ വന്നിരുന്നിട്ടുള്ളൂ. എപ്പോഴും വിനായകനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവർക്കും ഒരു ഭയമുണ്ട് എന്നുള്ളത് അത് പുറത്ത് കാണിച്ചില്ലെങ്കിൽ പോലും. കാരണം ഏത് സമയത്ത് എന്ത് പറയും എന്നറിയില്ല. പിന്നെ ഇടയ്ക്ക് ലഹരിയുടെ ഉപയോഗമുണ്ടെന്നൊക്കെ പറയുന്നതിൽ എത്ര അസത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഒരു കാര്യം ഇടപെട്ട് പറഞ്ഞോട്ടെ. ഇപ്പം തന്നെ പറഞ്ഞു ഈ മാധ്യമങ്ങൾക്ക് വിനായകനോട് ചോദിക്കാൻ ഭയമാണ് എന്ന്. പക്ഷേ അങ്ങനൊരു ഭയം നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നില്ലേ? പല മാധ്യമ പ്രവർത്തകരും അതായത് മൈക്ക് കൊണ്ട് വായിൽ കുത്തി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന പല കാഴ്ചകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നില്ലേ? ഉണ്ട്, അത് ശരിയാണ്. പ്രത്യേകിച്ചും ഈ സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വകാര്യത ഇല്ലാത്ത അവർക്കൊരു സ്വകാര്യമായിട്ട് അവർക്കൊരു തട്ടുകടയിൽ പോയി ചായ കുടിക്കാൻ പറ്റും ഇല്ല. അപ്പം അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളിലും അവരും പല മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. തീർച്ചയായിട്ടും. ഇതിപ്പോൾ ഈ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഇൻ്റർവ്യൂസൊക്കെ ക്യൂട്ട്നെസ് അങ്ങ് വാരി വെതറുകയാണ്. അതായത് ഒരു സിനിമ പ്രൊമോഷൻ വരുമ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ചോദിക്കുന്നത്. നിങ്ങൾ 10 വർഷം മുൻപ് എന്തോന്നായിരുന്നു, ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ കണ്ട സ്വപ്നം എന്താണ്, പിന്നെ കല്യാണത്തിന് മുൻപേ എത്ര പേരെ പ്രണയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയുമായി നിങ്ങൾ ആ തരത്തിലേക്ക് വരെ ഇൻ്റർവ്യൂകൾ എത്തിയെന്നുള്ളതാണ്. പല ഇൻ്റർവ്യൂ കാണുമ്പോൾ അവതാരകരെയൊക്കെ വാരി വലിച്ച് നമുക്ക് ഭിത്തിയിൽ ഒട്ടിക്കാൻ തോന്നും അത്തരം ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ. ഒന്ന് പറഞ്ഞോട്ടെ, ഏറ്റവും ഒടുവിലായിട്ടുള്ള ഒരു സ്ത്രീയോട് ഒരു അവതാരകൻ ചോദിക്കുകയാണ്, മുട്ടിയപ്പോൾ തുറന്നിട്ടുണ്ടോ, നിങ്ങളുടെ വാതിൽ ആരെങ്കിലും മുട്ടിയിട്ടുണ്ടോ, ആ മുട്ടിയപ്പോൾ നിങ്ങൾ തുറന്നിട്ടുണ്ടോ എന്ന്. സത്യത്തിൽ ആ നടി സംയമനം പാലിച്ചവിടെ ഇരുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ആ ചോദിച്ച അവതാരകൻ്റെ, അത് സ്ക്രിപ്റ്റഡ് അല്ലെങ്കിൽ ആ ചോദിച്ച അവതാരകൻ്റെ ചെപ്പാങ്കുറ്റിക്ക്, ഞങ്ങളുടെ നാട്ടിലെ തിരുവനന്തപുരം ഭാഷയിലാണ് ഈ ചെപ്പാങ്കുറ്റി എന്ന് പറയുന്നത്, ചെകിടത്ത് 4 എണ്ണം കിട്ടിയനെ എന്നുള്ള പറഞ്ഞിട്ടുണ്ടാകും. ഉറപ്പാണത്. ഇവിടെ വിനായകന്റെ വിഷയം നമ്മൾ എടുക്കുകയാണെങ്കിൽ, വിനായകൻ ഗോവയിലേക്ക് പോകാനായി ഒരു വിമാനത്തിൽ കയറുന്നു. ആ വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ ഇയാൾ ചില ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. വിമാന ജീവനക്കാർ പരാതി നൽകുന്നു. കണക്റ്റിംഗ് ഫ്ലൈറ്റിനായി ഹൈദരാബാദിലേക്ക് എത്തുന്നു. ഹൈദരാബാദിൽ വെച്ച് മദ്യലഹരിയിലാണ് ഇദ്ദേഹം അവിടെ പിച്ചും പേയും ഒക്കെ കാണിക്കുകയും ഷർട്ട് അഴിച്ചിട്ട്, ഒരു നടനാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്, ഏറെ കഴിവുള്ള ഒരു അഭിനേതാവാണ്, ഷർട്ട് അഴിച്ചിട്ട് അദ്ദേഹം നിലത്ത് കിടന്നിഴയുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മദ്യം അല്ലെങ്കിൽ മദ്യലഹരിയിലാണെങ്കിൽ ആ മനുഷ്യൻ എത്രത്തോളം തരം താഴുന്നു എന്നുള്ളതാണ്.
വിനായകനെതിരെ വലിയ രീതിയിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ട് ഇത് അനുമാനിക്കുന്നതാണ്. അതെ, തീർച്ചയായിട്ടും പുള്ളി പ്രൊവോക്ക് ചെയ്യാൻ എന്തെങ്കിലും സംഭവം അവിടെ അറിയില്ല. ഈ സാധാരണ ഈ വിനായകന്റെ ഒരു സ്വഭാവം അദ്ദേഹം പുറത്ത് കാണിക്കുന്നത് പലപ്പോഴും അദ്ദേഹം എല്ലാവരോടും എടുത്തടിച്ചതുപോലെ മറുപടി പറയുന്ന ഒരാളാണ്. കാര്യം കൃത്യമായി കേട്ടതിന് ശേഷം ആൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ എടുത്തടിച്ചതുപോലെ മുഖത്തടിച്ചതുപോലെ അദ്ദേഹം മറുപടി പറയുന്ന ഒരാളാണ്. ഇപ്പോൾ CISFI ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മദ്യലഹരിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെയും ഈ ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് കുറേ നാളിന് ശേഷം ഈ വിനായകൻ ഈ വാർത്തകളിൽ നിറഞ്ഞത്. നമ്മളെ അച്ഛനും മരണപ്പെടുന്നു, അല്ല നമ്മുടെ അച്ഛൻ മരിച്ച ചത്തു, ഉമ്മൻചാണ്ടി മരിച്ചാൽ പറയുന്നത് അങ്ങനെയല്ല. അതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉമ്മൻചാണ്ടിയെ ഇഷ്ടമുള്ളവർ, അതായത് കേരളത്തിലെ ഭൂരിഭാഗം ആൾക്കാർ രാഷ്ട്രീയ മതഭേദമന്യേ ഉമ്മൻചാണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൽ ഇഷ്ടപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ട് എങ്കിൽ ആ ആളിന്റെ ഒരു ചിന്തയും ഇതുപോലെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ആ ദിവസം, കാരണം ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്ന് നമ്മൾ ആ മരണസമയത്ത് കണ്ടതാണ്. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു മറ്റൊരു രാഷ്ട്രീയ നേതാവിന് ഇത്രയും വലിയ ഒരു പിന്നെ യാത്രയപ്പ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായി ആ വാഹനം പോകുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ അയാൾ കാണിച്ച ധൈര്യം, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാവും. കാരണം പറയാനുള്ളത് ഏത് സമയത്തും അത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ ധൈര്യമായി പറയും. ഒരുപാട് പേർ അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിനെതിരെ പ്രതിഷേധം വന്നു, ജനലുകൾ കല്ലെറിഞ്ഞ് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ വന്നിട്ട് പോലും, അല്ലെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നിട്ടുള്ള പോസ്റ്റ് പിൻവലിക്കാനോ അതിനൊരു മാപ്പ് പറയാനോ ഒന്നും വിനായകൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒരു സൈഡിൽ പൊതുശല്യമായി വിനായകൻ മാറുന്നുണ്ട് എന്ന് ചിലർ പറയുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ ആൾക്കാരുള്ള നാടാണ്. തീർച്ചയായിട്ടും. പാർട്ടിക്കകത്തുള്ളവർ തന്നെ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞിട്ട് കരിവാരി തേക്കാനും ശ്രമിച്ചവരാണ്, പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചവരുമാണ്. അത് നമുക്കൊരു വിഷയമായി തന്നെ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ വെച്ചിട്ട് വോട്ട് പിടിക്കാനും ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ കള്ളക്കണ്ണീര് നടത്തുന്നവരും ഒക്കെ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയെ വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിച്ചവരാണ്. ഇവരൊക്കെ പിന്നിൽ നിന്ന് കുത്തിയവരാണ്. എന്തായാലും അങ്ങനെ നോക്കുമ്പോൾ വിനായകന്റെ ചിന്ത എന്തായിരുന്നു അത് വിനായകൻ തുറന്നു പറയാൻ ഏത് സാഹചര്യത്തിലായാലും, ഒരുപക്ഷെ നമ്മളൊക്കെ സാധാരണ നിലയിൽ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു 1000 വട്ടം ഞാനൊക്കെ ചിന്തിക്കും, ഇത് ഇട്ടാൽ ഇനി ആർക്കെങ്കിലും പ്രശ്നം വരുമോ, ഇനി ആരെങ്കിലും പിന്നെ മോശമായ കമന്റുമായി വരുമോ, ഇനി ആർക്കെങ്കിലും ഫീലിംഗ് ആവുമോ. മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നെഞ്ചിലേറ്റി നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അദ്ദേഹത്തെ ധീരനായ വളരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പരനാറി എന്ന് പല വാക്കുകളിലൂടെ അധിക്ഷേപിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആൾക്കാർ പല വിധമാണ്. അതുകൊണ്ട് അവർ ഏത് തരത്തിലും പെരുമാറാം എന്നുള്ളതാണ്. ഇതിപ്പോ വിനായകൻ പോയി മദ്യലഹരിയിലായിരുന്നു, അതുകൊണ്ട് ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചു, വിമാനത്തിൽ കിടന്ന് അലമ്പുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ആയതുകൊണ്ട് ഇതൊരു വാർത്തയായി. ഇല്ലെങ്കിൽ യാത്രക്കാരൻ മദ്യലഹരിയിൽ ഉദ്യോഗസ്ഥർ പിടിച്ച് എന്നൊക്കെ ഉള്ള ഒരു വാർത്തയിൽ അതൊക്കെ ഒതുങ്ങിയല്ലേ. പലപ്പോഴും 6ാം പ്രതി നിവിൻ പോളി ആയതുകൊണ്ട് 5 പ്രതികളുടെ ഫോട്ടോയും വരാതെ 6ാം പ്രതിയായിട്ടുള്ള നിവിൻ പോളിയുടെ ഫോട്ടോയും ബ്രേക്കിംഗ് മാത്രമാണ് വന്നത്. അതുപോലെയാണ് വിനായകൻ ആയതുകൊണ്ട് മാത്രം ഇതൊരു വാർത്തയായി. പലപ്പോഴും വിനായകനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, വിനായകന്റെ നിറവും ജാതിയും ഒരു വിഷയമാവുന്നുണ്ടോ എന്ന്. ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഇപ്പൊ വിനായകനെ തന്നെ ഇഷ്ടപ്പെടാത്ത സിനിമാ താരങ്ങൾ ഉണ്ടാകും. വിനായകൻ കൂടെ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ നിറവും ജാതിയും ഇങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം കൂടെ അഭിനയിക്കുന്നത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ കലാഭൻ മണിയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആരോപണങ്ങളൊന്നും ഇല്ല. അപ്പോ അത്തരത്തിൽ വിനായകനെ മാറ്റി നിർത്തുന്ന ഒരു രീതി ചിലപ്പോൾ സിനിമയ്ക്കകത്തുണ്ടാകും. അത് അയാൾ അനുഭവിച്ചിട്ടും ഉണ്ടാകാമായിരിക്കാം. ഈ നിറത്തിന്റെയും ജാതിയുടെ ആയിരിക്കില്ല, പുള്ളിയുടെ പെരുമാറ്റത്തിന്റെ ആയിരിക്കാം. ഇപ്പൊ നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ മാറ്റി നിർത്താം. പുള്ളി സിനിമയ്ക്കകത്തും ഒരു പൊതുശല്യമാണ് എന്ന് പലർക്കും തോന്നിയത് കൊണ്ടും മാറ്റി നിർത്താം. ഇപ്പോൾ സിനിമയ്ക്കകത്ത് പുള്ളി എങ്ങനെയാണ് പെരുമാറുന്നത്, ഏത് തരത്തിലാണ് പുള്ളി അവിടെ അഭിനയിക്കാൻ എത്തുന്നത്, കൃത്യസമയത്ത് എത്താറുണ്ടോ, ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു. പക്ഷെ അത് എടുക്കുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ കൃത്യമായി അവതരിപ്പിക്കാനും അതിൽ
അതിലൊരു ജീവൻ ഉണ്ടാക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള വിനായകനെയാണ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നത്. ഒരു നടൻ എന്നുള്ള വിനായകനെ അല്ല വിമർശിക്കുന്നത്. ഒരു പ്രസ് മീറ്റിൽ മാധ്യമ പ്രവർത്തകയോട് സംസാരിച്ച രീതിയെ വെച്ചിട്ട് മുമ്പും വിനായകൻ ഇങ്ങനെ പ്രതിസന്ധിയിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൽ ധന്യ അതിനെങ്ങനെയാണ് കാണുന്നത്? വിനായകന്റെ ഭാഗത്ത് തെറ്റാണോ? എനിക്കൊരിക്കലും ആ വിനായകൻ ആ പറഞ്ഞ അതിന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാതെയാണ് പലരും വിനായകനെ അന്ന് വിമർശിച്ചത്. ധന്യക്ക് അതെന്ത് തോന്നുന്നു? നമുക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് വരൂ, ഇല്ലെങ്കിൽ നീ നോ പറയണം. നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞു തന്നെ പോകണം. അത് സോഷ്യൽ മീഡിയ ഉള്ള കാലത്താണെങ്കിലും അല്ലാത്ത കാലത്താണെങ്കിലും ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്വഭാവം മാറ്റുന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ അമ്മമാർ പറയുന്നത് ഒതുങ്ങി വളരണം, ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നാലും ഒതുങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒതുക്കം നമ്മളതിൽ വന്നതുകൊണ്ട് പലതിനും പ്രതികരിക്കാൻ നമുക്ക് ഭയമാണ്. ചിലപ്പോൾ പ്രതികരണ ശേഷി ഇല്ലാതെ വരുമ്പോൾ നമ്മളൊരു കരച്ചിലൊക്കെ അതങ്ങ് ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പൊ കുറേയൊക്കെ മാറി എന്ന് എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. വിനായകൻ പറഞ്ഞ രീതിയോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ്. താല്പര്യമില്ല എങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാതെ 5 ദിവസം കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകിച്ചും ഇപ്പൊ അതിലൊന്നും വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് വിനായകൻ അടിച്ചു പൂക്കുറ്റിയായി വിമാനത്താവളത്തിൽ കിടന്ന അഭ്യാസങ്ങൾ കാണിച്ചു, ഓടുപ്പൂരി തറയിൽ ഇഴഞ്ഞു, പിച്ചിമ്പയും പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ജാമ്യം കിട്ടിയ സ്ഥിതിക്ക് ഇനി വിനായകന്റെ വർഷം കൂടി കേൾക്കണം. ഇത് അവിടെ നടന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. ഇനി വിനായകൻ അങ്ങനെ സാധാരണ പ്രതികരിക്കാൻ വരുന്ന ആളല്ല. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ വിനായകൻ എന്താണ് പറയാനുള്ളതെന്ന് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് കാണാൻ. ഓക്കെ.